ദാറുൽ മുബീൻ മജ്ലിസ് കാണുന്ന പ്രിയമുള്ള മുത്തു മുഅ്മിനീങ്ങളെ, നമ്മളെ മജ്ലിസിൽ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് നമ്മളുടെ ആഗ്രഹങ്ങളൊക്കെ നിറവേറാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച 2 റക്അത്ത് അത്ഭുതകരമായ നിസ്കാരത്തിനെ കുറിച്ചാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ നിസ്കാരത്തിന്റെ ബർക്കത്ത് കൊണ്ട് നമ്മളെ ജീവിതത്തിൽ ശാന്തിയും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ശഫീഅല്ലാഹ്. ഇലാഹി അൻത മഖ്സൂദി വരിളാക മത്ലൂബി. ഇലാഹി അൻത മഖ്സൂദി വരിളാക മത്ലൂബി. അല്ലാഹുമ്മ ഖ്ലി ഹാജാതിനാ യാ ഖാലിയൽ ഹാജാത്. അല്ലാഹുമ്മ ദഫഅ ബലിയാതിനാ യാ ദാഫിയൽ ബലിയാത്. യാ റബ്ബി ബിൽ മുസ്തഫാ ബല്ലിഗ് മഖാസിദനാ വഗ്ഫിർ ലനാ മാ മദാ യാ വാസിയൽ കറമി. ചൊല്ല് മൗലായ സല്ലി വസല്ലിം ദാഹിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. ദാറുൽ മുബീൻ മജ്ലിസ് കാണുന്ന എൻ്റെ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, നിങ്ങളെ എല്ലാവരെയും ദാറുൽ മുബീൻ മജ്ലിസിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. ആദ്യമായി നമ്മളെ മജ്ലിസ് കാണുന്ന പ്രിയമുള്ള മുത്തു മുഅ്മിനീങ്ങൾ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കരുതേ എന്ന് ഉണർത്തുകയാണ്. ഇൻഷാ അല്ലാഹ് എല്ലാ ദിവസവും ഉച്ചക്ക് 1 മണിക്ക് നമ്മളെ ചാനൽ നമ്മളെ വീഡിയോ അപ്ലോഡ് ചെയ്യും. എല്ലാവരും മജ്ലിസിൽ പങ്കെടുക്കണമെന്ന് ഉണർത്തുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നല്ല കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. പ്രിയമുള്ളവരെ, നമ്മളെ മജ്ലിസിൽ ഒരുപാട് ആളുകൾ പല വിഷമങ്ങളും പറഞ്ഞ് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. പല ആളുകളും പല ഉദ്ദേശങ്ങളും വെച്ചാണ് നമ്മളെ മജ്ലിസിൽ പങ്കെടുക്കുന്നത്. അള്ളാഹുവേ, ഞങ്ങളെ മജ്ലിസിൽ പങ്കെടുക്കുന്നവരുടെ എല്ലാ പ്രയാസങ്ങളും നീ അകറ്റണേ റഹ്മാനെ. റാഹത്തും സന്തോഷവും നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് നമ്മളെ മജ്ലിസിൽ പങ്കെടുക്കുന്നവർക്കും നമ്മളെ മജ്ലിസിൽ ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത എല്ലാവർക്കും വേണ്ടി നമ്മളെ മജ്ലിസിന്റെ അവസാനം ദുആ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അവസാനം വരെ നിങ്ങൾ എല്ലാവരും മജ്ലിസിൽ പങ്കെടുക്കണമെന്ന് ഉണർത്തുകയാണ്. അള്ളാഹു പങ്കെടുക്കാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. നമ്മൾക്ക് എല്ലാ നന്മയും നൽകി അള്ളാഹു നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരി സഹോദരന്മാരെ, ഇന്ന് നമ്മളെ മജ്ലിസിൽ പഠിക്കാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട 2 റക്അത്ത് നിസ്കാരത്തിനെ കുറിച്ചാണ്. അഥവാ നമ്മളെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കാനുണ്ടാകും, അള്ളാഹുവിൽ നിന്ന് ലഭിക്കാനുണ്ടാകും. ജോലിയില്ലാത്ത ഒരുപാട് ആളുകൾ, വീടില്ലാത്ത ഒരുപാട് ആളുകൾ, മക്കളില്ലാത്ത ഒരുപാട് ആളുകൾ, അതുപോലെ തന്നെ കടം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. ജോലിയുണ്ട്, പക്ഷെ സാലറി ഒന്നും ശരിക്ക് ലഭിക്കുന്നില്ല എന്ന് പറയുന്ന ആളുകളുണ്ട്. ഇങ്ങനെ പല കാര്യങ്ങളും അള്ളാഹുവിൽ നിന്ന് നമ്മൾക്ക് നേടാനുണ്ട്. ആ കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ വേണ്ടി നമ്മൾ നിസ്കരിക്കേണ്ട 2 റക്അത്ത് നിസ്കാരമാണ്. ആ നിസ്കാരത്തിന്റെ പേര് ഖളാഉൽ ഹാജത്ത് എന്നാണ്, ആവശ്യ പൂർത്തീകരണത്തിനുള്ള നിസ്കാരം എന്നാണ്. ഈ നിസ്കാരത്തിനെ കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അള്ളാഹുവിന്റെ റസൂൽ ഇതിനെക്കുറിച്ച് എന്ത് പറഞ്ഞു എന്ന് നമുക്ക് പരിശോധിച്ചു നോക്കാം. അതിനുശേഷം ഈ നിസ്കാരത്തിന്റെ രൂപം നമ്മൾക്കൊന്ന് വിശദീകരിക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിക്കാനും മനസ്സിലാക്കാനുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്യട്ടെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മൻ തവല്ലഅ, ഒരാൾ ഉളു എടുത്തു, ഫഅസ്ബൽ ഉളുഅ, നന്നായി ഉളു എടുത്തു. നന്നായി ഉളു എടുക്കുക എന്ന് പറഞ്ഞാൽ നിസ്കാരത്തിന്റെ ഫർളും ഷർത്തൊക്കെ കൃത്യമായി പാലിച്ചു. എങ്ങനെയെങ്കിലും ധൃതിയിലല്ല, സാവധാനത്തില് വളരെ ഭംഗിയോടുകൂടെ നിസ്കാരത്തിൽ ഉളുവിന്റെ ഷർത്തും ഫർളൊക്കെ കൃത്യമായി ശ്രദ്ധിച്ചുകൊണ്ട് അവൻ ഉളു എടുക്കുകയാണ്. സുമ്മ സ്വല്ലാ റകഅതൈനി, പിന്നെ ഖളാഉൽ ഹാജത്തിന്റെ 2 റക്അത്ത് അവൻ നിസ്കരിച്ചാൽ യുത്തിമ്മഹുമാ, അത് പരിപൂർണമായ നിലക്ക് അവൻ അവസാനിപ്പിച്ചു. അഥവാ നിസ്കാരത്തിന്റെ ഫർളും ഷർത്തൊക്കെ കൃത്യമായി പാലിച്ചു, നിസ്കാരത്തിൽ ചെയ്യേണ്ട സുന്നത്തുകളൊക്കെ പാലിച്ചു, നിസ്കാരത്തിൽ ചൊല്ലേണ്ട സുന്നത്തുകളൊക്കെ കൃത്യമായി ചൊല്ലി. അങ്ങനെ ആ 2 റക്അത്ത് നിസ്കാരം അവൻ അവസാനിപ്പിച്ചാൽ മഹാനായ നബി തങ്ങൾ പറയാണ്, അഅതാഹുല്ലാഹു മാ സഅലഹു, അവൻ ചോദിച്ചത് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുന്നതാണ്. മുഅജ്ജല, പെട്ടെന്ന് കൊടുക്കുന്ന പറയുന്നത്. സുബ്ഹാനല്ലാഹ്,
പെട്ടെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കും. ചിലപ്പോൾ മുഅഖിറായിട്ടും കിട്ടും, ചിലപ്പോൾ സാവധാനേ കിട്ടുള്ളൂ. നമ്മൾക്കൊരു കാര്യം അള്ളാഹുവിനോട് ചോദിക്കുമ്പോൾ അത് തരണോ, എപ്പോൾ തരണമെന്നൊക്കെ അള്ളാഹ്ക്കറിയാം. നമ്മൾക്ക് എപ്പോഴാണോ ഖൈർ ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും. ഏതായാലും തരാതിരിക്കൂല. ഈ ഹദീസിൽ നിന്ന് അതാണ് മനസ്സിലാകുന്നത്. അപ്പൊ ഈ നിസ്കാരം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുപോലെ മറ്റൊരു ഹദീസിലൂടെ പറയുന്നുണ്ട്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ റസൂല് പറയാണ്, മൻ കാനത് ലഹു ഇലല്ലാഹി ഹാജത്തുൻ, ഒരാൾക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾ നിറവേറാനുണ്ട്, അത് നിറവേറാൻ അവൻ എന്താണ് ചെയ്യേണ്ടത്? അള്ളാഹുവിന്റെ റസൂൽ തന്നെ നമുക്ക് വിശദീകരിച്ച് തരുന്നുണ്ട്. ഫല്യതവല്ല, ഉളു എടുക്കുക, വല്യുഹ്സിനിൽ ഉളുഅ, ഉളു നന്നാക്കട്ടെ. അപ്പൊ നല്ല നിലക്ക് ഉളു എടുക്കണം എന്നാണ് ഈ ഹദീസിലും. അപ്പൊ ഉളു വളരെ പ്രധാനപ്പെട്ടതാണ്. തോന്നിയ പോലെ ഉളു എടുക്കാൻ പാടില്ല. ഉളുവിന്റെ ഷർത്തും ഫർളുകളൊക്കെ കൃത്യമായി പാലിക്കുക, ധൃതി കൂടാതെ ഉളു എടുക്കുക. അങ്ങനെ ഉളു എടുത്തതിന് ശേഷം വല്യുസല്ലി റകഅതൈനി, 2 റകഅത്ത് നിസ്കരിക്കുക. അതാണ് ഈ ഖളാഉൽ ഹാജത്തിന്റെ നിസ്കാരം എന്ന് പറയുന്നത്. സലാത്തു ഖളാഉൽ ഹാജത്ത് എന്ന് പറയുന്ന നിസ്കാരമാണ് ഈ നിസ്കാരം. സുമ്മൽ യുസ്ന, നിസ്കാരം കഴിഞ്ഞതിന് ശേഷം അല്ലാഹുവിനെ സ്തുതിക്കുക, അല്ലാഹുവിനെ പുകഴ്ത്തുക. വല്യുസല്ലി അലൻ നബിയ്യി, പിന്നെ റസൂലുള്ളാഹിന്റെ മേൽ സ്വലാത്ത് ചൊല്ലുക. അതിനുശേഷം സുമ്മൽ യഖുൽ, പിന്നെ ഒരു പ്രാർത്ഥനയാണ് അല്ലാഹുവിന്റെ റസൂൽ നമ്മൾക്ക് പഠിപ്പിച്ചിരുന്നത്. ഈ പ്രാർത്ഥന ദീർഘമായ ഒരു പ്രാർത്ഥനയാണ്. ഇത് പ്രാർത്ഥിക്കാൻ ബുദ്ധിമുട്ടില്ലാത്ത ആളുകൾ അറിയുന്ന ഒരു പ്രാർത്ഥന മലയാളത്തിൽ പ്രാർത്ഥിക്കാലോ. ആദ്യം അൽഹംദുലില്ലാഹ് എന്ന് പറയണം. അത് പ്രാർത്ഥനയുടെ നിബന്ധനയാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ഒരു സ്വലാത്ത് ചൊല്ലുക. അതിനുശേഷമാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥനയുടെ നിബന്ധനകളൊക്കെ നമ്മൾ കൃത്യമായി പാലിക്കേണ്ടതുണ്ട്. പ്രാർത്ഥിക്കുന്ന സമയത്ത് നേരത്തെ പറഞ്ഞതുപോലെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വലാത്ത് ചൊല്ലണം. തുടക്കത്തിൽ കിബിലയിലേക്ക് തിരിഞ്ഞിരിക്കണം. 2 കൈയും ആകാശത്തിലേക്ക് ഉയർത്തണം. 2 കൈയിന്റെ കഫും ആകാശത്തിലേക്ക് ഉയർത്തണം. പ്രാർത്ഥന കഴിഞ്ഞാൽ മുഖം ഇങ്ങനെ കൈകൊണ്ട് തടവണം. പ്രാർത്ഥന കഴിഞ്ഞാൽ റസൂലുള്ളാഹിന്റെ മേൽ സ്വലാത്ത് ചൊല്ലണം. പ്രാർത്ഥനയിൽ തന്നെ മുഅ്മിനീങ്ങളെ കാര്യങ്ങളൊക്കെ പറയണം. ഇങ്ങനെയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. ഇങ്ങനെ മുഅ്മിനീങ്ങളെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മളെ കാര്യങ്ങൾ പറയുമ്പോൾ ഹംദും സ്വലാത്തൊക്കെ ചൊല്ലിയാൽ ഈ നിസ്കാരം കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ആവശ്യങ്ങളൊക്കെ പൂർത്തീകരിച്ച് നൽകുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. ഇവിടെ പറഞ്ഞ പ്രാർത്ഥന ഇൻഷാ അല്ലാഹ് സ്ക്രീനിൽ ഒന്ന് കാണിച്ചു തരാം. ഇത് ചെല്ലാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾ, നിങ്ങൾക്ക് അറിയുന്ന ഓരോ ആവശ്യങ്ങൾ ഉണ്ടാവുമല്ലോ, അത് ഈ പറഞ്ഞതിന് ശേഷം ഹംദും സലാത്തും ചൊല്ലിയിട്ട് മലയാളത്തിൽ അങ്ങ് പ്രാർത്ഥിച്ചോളി. അറബി അറിയുന്ന ആളുകൾ അറബി ചൊല്ലുക. ഞാൻ ഈ സ്ക്രീനിൽ കാണിച്ചു തരുന്ന പ്രാർത്ഥന എഴുതിയെടുത്ത് പഠിക്കാൻ കഴിയുന്ന ആളുകൾ എഴുതിട്ട് പഠിക്കണമെന്ന് കൂടെ ഉണർത്തുകയാണ്. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് അതിന് ശേഷം നിസ്കാരത്തിന്റെ രൂപം ഞാൻ പറഞ്ഞു തരാം. ഏതാണ് ആ പ്രാർത്ഥന? ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അലീമുൽ കരീം, സുബ്ഹാനല്ലാഹി റബ്ബൽ അർശിൽ അലീം, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم إني أسألك موجبات رحمتك وعزائم مغفرتك والغنيمة من كل بر وسلامة من كل إثم لا تدع لي ذنبا إلا غفرته ولا هما إلا فرجته ولا حاجة هي لك رضا إلا قضيتها يا أرحم الراحمين. ഒന്നുകൂടി ചൊല്ലിത്തരാം. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അലീമുൽ കരീം, സുബ്ഹാനല്ലാഹി റബ്ബൽ അർശിൽ അലീം, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക മൂജിബാതി റഹ്മതിക വഗസായിമ മഗ്ഫിറതിക വൽ ഗനീമത മിൻ കുല്ലി ബിദ്ദിൻ വസലാമത മിൻ കുല്ലി ഇസ്മ ലാ തദഅ ലീ ദംബൻ ഇല്ലാ ഗഫർതഹു വലാ ഹമ്മൻ ഇല്ലാ ഫറജ്തഹു വലാ ഹാജതൻ ഹിയ ലക റിദൻ ഇല്ലാ ഖദൈതഹാ യാ അർഹമർ റാഹിമീൻ. ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കാനാണ് മുത്തുനബി പറഞ്ഞിട്ടുള്ളത്. ഇത് പ്രാർത്ഥിക്കാൻ അറിയാത്ത ആളുകൾ, ഇതിലൊക്കെ പറയുന്നത് നമ്മളെ വിഷമങ്ങളും സങ്കടങ്ങളൊക്കെ തന്നെയാണ്. ഞങ്ങളെ പ്രയാസങ്ങളും ഞങ്ങളെ കടങ്ങളും ഞങ്ങളെ ബുദ്ധിമുട്ടുകളൊക്കെ നീ അകറ്റിത്തരണേ, ഞങ്ങളെ പാപങ്ങളൊക്കെ പൊറുക്കണേ എന്നാണ് ഈ പ്രാർത്ഥനയുടെ ആശയം. അതുകൊണ്ട് ഇത് പഠിക്കാൻ പ്രയാസമുള്ള ആളുകൾ, എഴുതെടുക്കാൻ പ്രയാസമുള്ള ആളുകൾ അറിയുന്ന പ്രാർത്ഥന മലയാളത്തിൽ പ്രാർത്ഥിക്കുക. അള്ളാഹു പ്രാർത്ഥിക്കാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ഈ നിസ്കാരത്തിന്റെ രൂപം കൃത്യമായി നമ്മൾ ശ്രദ്ധിക്കുക. ആദ്യം നമ്മൾ പറഞ്ഞു ഉളു എടുക്കുക. ഹദീസിൽ പറഞ്ഞതുപോലെ ഉളു എടുക്കണം. നന്നായി ഉളു എടുക്കുക, നല്ല വെള്ളം കൊണ്ടതായിരിക്കുക, അതുപോലെ തന്നെ ശരീരമൊക്കെ വൃത്തി ഉണ്ടാകുക. ആ നിലക്ക് നമ്മൾ കൃത്യമായി ഉളു എടുക്കുക. അങ്ങനെ ഉളു ഉണ്ടാക്കിയതിനു ശേഷം ആരുമില്ലാത്ത ഒരു സ്ഥലത്ത് പോയി നിൽക്കുക. മനസ്സിൽ നല്ല ഉദ്ദേശങ്ങൾ മാത്രം കൊണ്ടുവരിക. അല്ലാഹ് എന്നുള്ള ഉദ്ദേശം മാത്രമേ നമ്മളെ മനസ്സിൽ ഉണ്ടാകാൻ പാടുകയുള്ളൂ. അങ്ങനെ നമ്മളെ മനസ്സൊക്കെ മറ്റുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ മാറ്റി നിർത്തി ആദ്യമായി നിസ്കരിക്കുമ്പോൾ നിയ്യത്ത് വെക്കണം. എങ്ങനെയാണ് നിയ്യത്ത് വെക്കേണ്ടത്? ഖളാഉൽ ഹാജത്തിന്റെ 2 റക്അത്ത് നിസ്കാരം അല്ലാഹു തആലാക്ക് വേണ്ടി ഞാൻ കിബിലയിലേക്ക് മുന്നിട്ട് നിസ്കരിക്കുന്നു
എന്ന് നിയ്യത്ത് വെക്കുക. എങ്ങനെ? ഒന്നുകൂടി പറഞ്ഞു തരാം. ഖളാഉൽ ഹാജത്തിന്റെ 2 റക്അത്ത് നിസ്കാരം അല്ലാഹു തആലാക്ക് വേണ്ടി ഖിബലയിലേക്ക് തിരിഞ്ഞ് ഞാൻ നമസ്കരിക്കുന്നു എന്ന് നിയ്യത്ത് വെക്കുക. നിയ്യത്ത് വെച്ചതിന് ശേഷം വജ്ജഹത്ത് ഓതണം. വജ്ജഹത്ത് പ്രധാനമാണ്. വജ്ജഹത്ത് നിസ്കാരത്തിന്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ പാലിക്കണം. വജ്ജഹത്ത് ഒരിക്കലും ഒഴിവാക്കാൻ പാടില്ല. വജ്ജഹത്ത് ഓതുക. വജ്ജഹത്ത് അറിയില്ലെങ്കിൽ സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക എന്ന് പറയാ. അതിനുശേഷം അഊദു ഓതുക. അതിനുശേഷം സൂറത്തുൽ ഫാത്തിഹ ഓതുക. ഒന്നാമത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്തുൽ കാഫിറൂൻ ആണ് ഓതേണ്ടത്. സൂറത്ത് ശരിക്കും മനസ്സിലാക്കണം. പലർക്കും അറിയില്ല. സൂറത്തുൽ കാഫിറൂൻ അഥവാ ഖുൽ യാ അയ്യുൽ കാഫിറൂൻ ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ എന്ന് തുടങ്ങുന്ന സൂറത്താണ് ഒന്നാമത്തെ റക്അത്തിൽ ഓതേണ്ടത്. രണ്ടാമത്തെ റക്അത്തിൽ സുബ്ഹാനല്ലാഹ് എന്താണ് ചൊല്ലേണ്ടത്? ആദ്യം രണ്ടാമത്തെ റക്അത്തിൽ സുജൂദിൽ നിന്ന് എണീറ്റാൽ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് ചൊല്ലി ഫാത്തിഹ സൂറത്ത് ഓതുക. ഫാത്തിഹ സൂറത്തിന് ശേഷം സൂറത്തുൽ ഇഖ്ലാസ് ആണ് നമ്മൾ ഓതേണ്ടത്. അഥവാ ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് തുടങ്ങിയ സൂറത്ത് നമ്മൾ ഓതി ഇൻഷാ അല്ലാഹ് നിസ്കരിച്ച് സലാം വിട്ടി കഴിഞ്ഞാൽ ഈ പറഞ്ഞ പ്രാർത്ഥനകൾ നമ്മൾ പ്രാർത്ഥിക്കുക. അങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചു തരും. റസൂലുള്ളാഹി പറഞ്ഞതുപോലെ ചിലപ്പോൾ പെട്ടെന്നായിരിക്കും, അത് ചിലപ്പോൾ സാവധാനമായിരിക്കും. ഏതായാലും നമ്മളെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുമെന്ന് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞ നിസ്കാരമാണ്. ഈ നിസ്കരിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്കൊക്കെ പ്രദാനം ചെയ്യട്ടെ. റഹ്മുറാഹിമീനായ രാജാതിരാജനായ അല്ലാഹ്, ഞങ്ങളെ മജ്ലിസിൽ ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. എല്ലാവരുടെ പ്രശ്നങ്ങളും നീ പരിഹരിക്കണേ റബ്ബേ. എല്ലാവർക്കും ഈമാൻ നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. ഒരുപാട് ആളുകൾ പല വിഷമങ്ങളും സങ്കടങ്ങളും പറഞ്ഞിട്ടുണ്ട്. ആ സങ്കടങ്ങളൊക്കെ അകറ്റി കൊടുക്കണേ അല്ലാഹ്. സാമ്പത്തികമായ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്, സഹായിക്കണേ അല്ലാഹ്. വീടില്ലാത്തവർക്ക് നല്ല വീട് നൽകണേ അല്ലാഹ്. തുടങ്ങിയവർക്ക് അത് പൂർത്തീകരിക്കാനുള്ള തൗഫീക്ക് നൽകണേ റഹ്മാനെ. മക്കളെ ദുസ്വഭാവം നന്നാക്കി കൊടുക്കണേ റബ്ബേ. ദാമ്പത്യ ജീവിതത്തിൽ ഖൈറ് നൽകണേ അല്ലാഹ്. മക്കളിൽ സന്തോഷം നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ജോലി ഇല്ലാത്തവർക്ക് നല്ല ജോലി നൽകണേ റഹ്മാനെ. ഒരുപാട് ആളുകൾ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയി റഹ്മാനെ. അവരെ ഖബർ വിശാലമാക്ക്, സ്വർഗമാക്ക്. ഞങ്ങളെ മക്കളില്, കുടുംബത്തില്, അയൽവാസികളിലും മാതാപിതാക്കൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സും ആരോഗ്യവും നൽകണേ റഹ്മാനെ. സാമ്പത്തികമായ അഭിവൃദ്ധി നൽകണേ അല്ലാഹ്. ഞങ്ങളെ സ്നേഹിച്ചവരുണ്ട്, ഭക്ഷണം തന്നവരുണ്ട്, സഹായിക്കണേ റഹ്മാനെ. അവരെ നീ കാക്കണേ അല്ലാഹ്. അപകടങ്ങളെ തൊട്ട് ഞങ്ങളെ കാക്കണേ റഹ്മാനെ. സാമ്പത്തികമായ അഭിവൃദ്ധി നൽകണേ അല്ലാഹ്. മറ്റുള്ളവരുടെ മുന്നിൽ യാചിക്കേണ്ട അവസ്ഥ വരുത്തല്ല അല്ലാഹ്. ദാരിദ്ര്യത്തിനെ തൊട്ട് ഞങ്ങളെ കാക്കണേ റഹ്മാനെ. ഞങ്ങളെ മജ്ലിസിൽ പങ്കെടുത്തവരുടെ എല്ലാ സാലിഹായ ഉദ്ദേശങ്ങളും പൂർത്തീകരിക്കണേ റഹ്മാനെ. എല്ലാ കാര്യങ്ങളും എളുപ്പമാക്കി കൊടുക്കണേ റഹ്മാനെ. എല്ലാ പ്രയാസങ്ങളും അകറ്റണേ അല്ലാഹ്. മാരകമായ രോഗങ്ങളെ തൊട്ട് ഞങ്ങളെ കാക്കണേ അല്ലാഹ്. സ്വർഗം നൽകണേ അല്ലാഹ്. പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് കാത്തു രക്ഷിക്കണേ റബ്ബേ. ഞങ്ങൾക്ക് എല്ലാവർക്കും സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് കൂടാനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹ്. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ബിഫദ്ലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.